വഖഫ് നിയമത്തിൽ സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ഇന്ന് മുന്നോട്ട് വെച്ചു. വഖഫ് ആണെന്ന് ഒരു വ്യക്തി പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ നിയമ ഭേദഗതിക്ക് ശേഷം ആ ഭൂമിയുടെ പദവി എന്തായിരിക്കുമെന്ന് കോടതി. ഭൂമി സംബന്ധിച്ച തർക്കമുണ്ടെങ്കിൽ അതിൽ ആര് തീരുമാനമെടുക്കുമെന്നും സുപ്രീം കോടതി ചോദിച്ചു. കോടതി പുറപ്പെടുവിച്ച വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള വിവിധ ഹർജികളിലാണ് സുപ്രീം കോടതി ഈ നിലപാട് വ്യക്തമാക്കിയത്. ഹിന്ദു ക്ഷേത്ര ബോർഡുകളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്ന് പി ബസന്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ബസന്ത്, 90-ലധികം ഹർജികളുണ്ട്. നിയമ പോരാട്ടത്തിലെ ആദ്യത്തെ ഘട്ടമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ തുടങ്ങുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സ്റ്റേ ആണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത്. അതുണ്ടാകുമോ എന്നറിയില്ല. ഇന്ന് ഇതുവരെ കോടതിയിൽ നടന്ന വാദങ്ങൾ എന്താണ്? വളരെ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതെന്തെല്ലാം? പ്രധാനമായുള്ളത് എല്ലാ ഹർജിക്കാരും ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലാണ്. ഒന്നത്. രണ്ടാമതായി വഖഫ് പ്രോപ്പർട്ടിയായി അല്ലെങ്കിൽ വഖഫ് സ്വത്തായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളവയൊക്കെ തന്നെ ഡീനോട്ടിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെ? വഖഫ് ബൈ യൂസർ എന്നുള്ളത് അത് വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് എങ്ങനെ? മാത്രമല്ല മൂന്നാമതായി ഈ കളക്ടർമാരുടെ അധികാരം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു സർക്കാരിൻ്റെ ഒരു ഭൂമി വഖഫാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന് വേണമെങ്കിൽ അത് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞ് അത് വഖഫ് അല്ല എന്ന് വിജ്ഞാപനം ചെയ്യാൻ കഴിയുന്നത് കാര്യം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വസ്തുത പരിശോധിക്കാനായിട്ട് ജില്ലാ കളക്ടർമാർക്ക് അധികാരം കൊടുക്കുന്ന ആ ഒരു വിജ്ഞാപന വ്യവസ്ഥ അതൊക്കെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം കോടതി ആ കാര്യത്തിലാണ് വ്യക്തത വരുത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് കോടതിയുടെ വാദങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അമുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ എക്സ് ഒഫീഷ്യോ മെമ്പർമാർക്ക് അപ്പുറം ബാക്കി അമുസ്ലിങ്ങളെ നിയമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും കപിൽ സിബൽ ഉന്നയിച്ചത്. അതായത് സെൻട്രൽ വഖഫ് കൗൺസിലിൽ ഏകദേശം 22 അംഗങ്ങളിൽ 10 പേർ മാത്രമേ മുസ്ലിങ്ങൾ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് എല്ലാവരും തന്നെ അമുസ്ലിങ്ങളാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള വലിയൊരു ഭയം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. കോടതിയും അക്കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 8 പേർ മാത്രമല്ലേ നിങ്ങൾ മുസ്ലിങ്ങൾ വരികയുള്ളൂ എന്നുള്ളൊരു സംശയം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കോടതി ഒരു വ്യക്തത വരുത്താനുള്ള സാധ്യതയാണുള്ളത്. രണ്ട്, ഈ കോടതിയോ അല്ലെങ്കിൽ പിന്നെ കോടതി വഖഫാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ അത് വഖഫ് അല്ല എന്ന് വിജ്ഞാപനം ചെയ്യാൻ സർക്കാരിന് അധികാരപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥ ഉണ്ട്. അതിൽ സുപ്രീം കോടതി വളരെ കർക്കശമായ നിർദ്ദേശമാണ് നൽകിയത്. അതായത് കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് കോടതി വിധി മറികടക്കാൻ സർക്കാരിന് നിയമനിർമ്മാണം പറ്റില്ല എന്ന് വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് കോടതിയുടെ ഉത്തരവോ വിധിയോ മറികടക്കുന്നതിന് നിങ്ങൾക്കൊരു നിയമനിർമ്മാണത്തിന് അധികാരമില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് കോടതി മിക്കവാറും ഈ പറയുന്ന കോടതി വിധി പ്രകാരം അല്ലെങ്കിൽ ഒരു സിവിൽ കോടതി പരിശോധിച്ച് വഖഫാണ് എന്ന് കണ്ടെത്തിയ ഒരു ഭൂമി അല്ലെങ്കിൽ വസ്തു അത് വഖഫ് അല്ല എന്ന് ഡീനോട്ടിഫൈ ചെയ്യാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് കോടതി മിക്കവാറും അത് പിന്നെ ഈ ഒരു ചോദ്യമായി ഉയർന്നു വന്നിരുന്നത് ഇപ്പോൾ ഈ അമുസ്ലിങ്ങളുടെ നിയമനമുണ്ടല്ലോ. ഇപ്പോൾ ഹിന്ദു ആചാരപ്രകാരം ഏതെങ്കിലും ക്ഷേത്രത്തിലെ ട്രസ്റ്റിൽ ഹിന്ദു മതസ്ഥനല്ലാത്ത മറ്റാരെങ്കിലും നിയമിക്കുമോ? മറ്റ് മതങ്ങൾക്ക് ഇത് ഈ രീതിയിൽ ഇങ്ങനൊരു കടന്നുകയറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട അന്തസത്തയായിരുന്നു, ഒരു വിമർശനമായിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതി ഇത് പരിഗണിക്കുമ്പോൾ ആ വിഷയം ഏറ്റവും മുന്നിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ആ ഒരു വിഷയം തന്നെയാണ്. അതായത് ഒരു അമുസ്ലിങ്ങളെ ഈ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം അത് വളരെ കൃത്യമായി തന്നെ എല്ലാവരും എടുത്തു പറയുകയും ചെയ്തു. കോടതിയും അത്തരത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഒരു ഹിന്ദു ആരാധനാലയത്തിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ നിങ്ങളൊരു മുസ്ലിമിനെ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോടാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഞങ്ങളൊരു സത്യവാങ്മൂലമായി നൽകാമെന്ന് പറയുന്നു. സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഹിന്ദു എൻഡോമെൻ്റ് ആക്ട് പ്രകാരമുള്ള അല്ലെങ്കിൽ ആ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള എന്തെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭരണത്തിൽ പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണം ചോദിച്ചു. പക്ഷേ അക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു മറുപടി നൽകാൻ സോളിസിറ്റർ ജനറലിന് കഴിഞ്ഞതുമില്ല. അദ്ദേഹം അത് പിന്നീട് പറയാം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അടുത്ത വാദം തുടരുമ്പോൾ അത് രേഖാമൂലം സർക്കാർ അത് വെക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതലായി ഇക്കാര്യത്തിൽ ഒരു സംശയം വളരെ കൃത്യമായി കപിൽ സിബൽ പറഞ്ഞത് ഇതിൽ മിനിമം
2 പേർ അമുസ്ലിങ്ങളായിരിക്കും എന്ന് പറയുമ്പോൾ പരമാവധി എത്ര എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സെൻട്രൽ കൗൺസിലിലെ 22 പേരിൽ 10 പേർ മാത്രമേ മുസ്ലിങ്ങൾ വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ഭൂരിപക്ഷം പേരും അമുസ്ലിങ്ങളാകാനുള്ളൊരു സാധ്യതയുണ്ട്. മുസ്ലിങ്ങൾക്ക് സ്വന്തം സ്വത്ത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള, ക്ഷമിക്കണം, കപിൽ സിബലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചർച്ച മിക്കവാറും നാളെയും വാദം തുടരുമെന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? നാളെയും വാദം തുടരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് ഇതിൽ ഇപ്പോൾ ചർച്ച തുടരുന്നു എന്നുള്ളത് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കോടതി ഉന്നയിച്ച ചില സംശയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ഒരു മിനിറ്റ്. ഇടക്കാല ഉത്തരവിൽ നാളെയും വാദം തുടരുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നാളെയും വാദം കേൾക്കാൻ ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കോടതി വളരെ കൃത്യമായി തന്നെ ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. അതായത് ഒന്ന്, ഇതിലെ അമുസ്ലിങ്ങൾ എത്ര എന്നുള്ളത്. 2, കോടതി ഉത്തരവ് പ്രകാരം സിവിൽ കോടതി പരിശോധിച്ച് കണ്ടെത്തിയ വഖഫ് പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ വഖഫ് സ്വത്തുകളൊക്കെ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഡീനോട്ടിഫൈ ചെയ്യുക എന്നുള്ളത്. അത് അപ്പോൾ ഒരു കോടതി വിധി മറികടക്കാൻ സർക്കാരിനൊരു നിയമനിർമ്മാണം സാധ്യമല്ല എന്നുള്ള തരത്തിലുള്ള കോടതിയുടെ ഭാഗം പിന്നെ അഭിപ്രായം വരുന്നുണ്ട്. അത് വളരെ കർക്കശമായി തന്നെ കോടതി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കോടതി ഇടക്കാല ഉത്തരവ് ഇന്ന് പറയുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അത് നാളത്തേക്ക് ഇക്കാര്യം മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ നാളെയും വാദം തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബസന്തിലേക്ക് മടങ്ങി വരാം. ബി ബാലഗോപാൽ കൂടി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഇത്രയും നേരം കോടതിക്ക് അകത്തായിരുന്നു, ഈ വാദങ്ങൾ മുഴുവൻ കേൾക്കുകയായിരുന്നു. ബാലു, ഇപ്പോൾ നാളെയും കൂടി ഇടക്കാല ഉത്തരവിൽ വാദം കേൾക്കും. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നു. ഇന്നത്തെ വാദങ്ങൾ അത് ഏത് രീതിയിലായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ വാദം കേൾക്കേണ്ട ഏറ്റവും ഒടുവിൽ, അതായത് ഏതാണ്ട് 4 മണിയോടുകൂടി ഈ വാദം കേൾക്കൽ പൂർണ്ണമാകാത്ത സമയത്ത് ഈ കോടതി ചീഫ് ജസ്റ്റിസ്, അതായത് ബെഞ്ചിന് നേതൃത്വം നൽകിയിരുന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ഈ കേസിൽ അതായത് വാദം കേൾക്കുന്ന മറ്റ് 2 ജഡ്ജിമാരുമായി ചർച്ച ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്ന വിധി പ്രസ്താവന സംബന്ധിച്ച് ഒരു രൂപരേഖ അദ്ദേഹം കോടതിയിൽ അവതരിപ്പിച്ചു. അതായത് ഈ ഡീനോട്ടിഫൈ ഈ കോടതി ഉത്തരവിട്ട ഭൂമിയിൽ ഡീനോട്ടിഫൈ ചെയ്യാൻ ഉൾപ്പെടെ അനുവദിക്കില്ല, പിന്നെ കളക്ടർക്ക് നടപടിയുമായി തുടരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് ഈ സുപ്രീം കോടതിയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്, അതായത് സുപ്രീം കോടതി ഫലത്തിൽ ചെയ്യുന്നതിന് ഭാഗികമായി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്ന ആശങ്ക കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സ്റ്റേ ഉത്തരവിൽ തങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ ഭാഗം വിശദമായി കേൾക്കണമെന്ന് തുഷാർ മേത്ത ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളിൽ ബന്ധപ്പെട്ട് ഹാജരായിരുന്ന സംസ്ഥാന സർക്കാരുകളും ആ ആവശ്യം ഉന്നയിക്കാനുണ്ടായത്. തുടർന്ന് ഈ കേസിൽ നാളെയും വാദം കേൾക്കൽ തുടരുവാനാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഹ്രസ്വമായ സമയം ഈ കേസിൽ വാദം കേൾക്കും. തുടർന്നായിരിക്കും ഈ കേസിൽ ഒരു ഇടക്കാല ഉത്തരവ് വേണമോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് തീരുമാനം ഉണ്ടാകുക. ബാലു, ഈ ഹിന്ദു ക്ഷേത്ര ബോർഡുകളിൽ അതിൽ മുസ്ലിം മതത്തിൽപ്പെട്ടവരുമുണ്ട് എന്നൊരു വാദം സോളിസിറ്റർ ജനറൽ പറഞ്ഞായിരുന്നു. പക്ഷെ അതിനൊരു ഉദാഹരണം സുപ്രീം കോടതി ചോദിച്ചപ്പോൾ കൃത്യമായി അതിന് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. അതെന്താണ് സംഭവിച്ചത് അവിടെ? ആര്യ, കഴിഞ്ഞ 2 മണിക്കൂറായി ഈ കേസിൽ വളരെ വിശദമായ വാദം കേൾക്കലാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന്. ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ മറ്റ് 2 ജഡ്ജിമാരും ഈ 2 ഭാഗങ്ങളെടുത്തും ചോദിച്ചിരുന്നത്. അതിൽ ഒരു ഘട്ടത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഈ മറ്റ് മതസ്ഥാപനങ്ങളുടെ, അതായത് അവരുടെ ഈ ക്ഷേത്ര ബോർഡുകളിലും മറ്റും ഈ മറ്റ് മതസ്ഥർ ഉണ്ടോ എന്നുള്ള കാര്യം കോടതി ഈ തുഷാർ മേത്തയോട്, കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്തയോട് ആരാഞ്ഞത്. തുടർന്ന് തുഷാർ മേത്ത അതിന് പറഞ്ഞ ഒരു മറുപടി, ഈ നിയമം മൂലം രൂപീകൃതമായിരിക്കുന്ന ഈ ക്ഷേത്ര ബോർഡുകളുടെയൊക്കെ മേൽനോട്ടത്തിന് അങ്ങനെ മറ്റു മതത്തിൽപ്പെടുന്നവരും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി കോടതി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ തുഷാർ മേത്ത തയ്യാറായില്ല. കാരണം ഈ വിഷയത്തിൽ, അതായത് അതല്ല ഇപ്പോഴത്തെ പരിഗണനാ വിഷയം എന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത്. അതിനെക്കുറിച്ച് തനിക്ക് കൂടുതലൊന്നും
ഒന്നും പറയാനില്ല എന്നായിരുന്നു തുഷാർ മേത്ത ആ ഘട്ടത്തിൽ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.